നമസ്കാരം. അന്നപൂർണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവരാത്രിയുടെ 4ാമത്തെ ദിവസം ദേവിയെ ഏത് ഭാവത്തിലാണ് നമ്മൾ ആരാധിക്കേണ്ടതെന്ന് നോക്കാം. നവരാത്രിയുടെ 4ാമത്തെ ദിവസം നമ്മൾ ദേവിയെ കൂഷ്മാണ്ഡ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കൂഷ്മാണ്ഡ എന്ന ദേവിക്ക് പുഞ്ചിരിക്കുന്ന ദേവി എന്നും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവെന്നും അറിയപ്പെടുന്ന ദുർഗാദേവിയുടെ 4ാമത്തെ അവതാരമാണ് ഈ ദേവി കൂഷ്മാണ്ഡ. നവരാത്രിയുടെ 4ാം ദിവസം ദേവിയെ ആരാധിക്കുന്നു. നിത്യമായ അന്ധകാരത്തെ അകറ്റി തന്റെ പുഞ്ചിരിയോടെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. സൂര്യന്റെ കാമ്പിലെ ആണ് ദേവിയുടെ വാസസ്ഥലം എന്ന് നമ്മൾ കരുതപ്പെടുന്നത്. ഒരു സ്വർണ്ണ വെളിച്ചം സൂര്യന്റെ കാമ്പിൽ, സൂര്യന്റെ ഉൾവശത്ത് നമ്മൾ കാണുന്നത് ദേവിയാണ്, ദേവിയുടെ പ്രസരിക്കുന്ന മുഖമാണ് എന്നും പുരാണങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല, ഒരു കവടുവയുടെ മേൽ ഇരിക്കുന്ന ദേവിയെ 8 കൈകളോടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ദേവിയുടെ പ്രാധാന്യം അതായത് ദേവിയുടെ പേരിന്റെ പ്രാധാന്യം കൂഷ്മാണ്ഡ. കു എന്നാൽ ചെറിയത് എന്നും ഊഷ്മ എന്നാൽ ഊഷ്മളത അല്ലെങ്കിൽ ജീവന്റെ ശക്തി എന്നും പ്രപഞ്ചത്തിന്റെ മുട്ട എന്നുള്ള പേരിൽ നിന്നാണ് കൂഷ്മാണ്ഡ എന്ന് അറിയപ്പെടുന്നത്. അതായത് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണമായ ദേവിയാണ് ദേവി കൂഷ്മാണ്ഡ. സൂര്യന് ശക്തി നൽകുന്ന എല്ലാ ഊർജത്തിന്റെയും പ്രകാശത്തിന്റെയും ഊഷ്മളതയുടെയും ജീവിതത്തിന്റെയും ജീവന്റെയും ഉറവിടമാണ് ദേവി കൂഷ്മാണ്ഡ. സൃഷ്ടാവ് എന്ന നിലയിൽ ദേവിയുടെ പങ്ക് വളരെ വലുതാണ്. ദേവിയുടെ അസ്തിത്വത്തിന് മുമ്പ് അതിരുകളില്ലാത്ത ഇരുട്ടുണ്ടായിരുന്നു. ദേവിയുടെ പുഞ്ചിരി ഒരു ദിവ്യവും തിളക്കവുമായതുമായിരുന്നു. പ്രകാശം പുറപ്പെടുവിച്ച് നിൽക്കുന്ന ദേവി നമ്മുടെ എല്ലാം മനസ്സിലെ ഇരുട്ടകറ്റി പ്രകാശം നൽകുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ദേവിക്ക് 8 കൈകളുണ്ട്. അതുകൊണ്ട് ദേവിയെ അഷ്ടഭുജ ദേവി എന്നും അറിയപ്പെടുന്നു. ധർമ്മത്തെയും നീതിയെയും പ്രീതിപ്പെടുത്തുന്ന ഒരു സിംഹത്തിന്റെ വാഹനത്തിലാണ് ദേവി ഇരിക്കുന്നത്. സൂര്യന്റെ മധ്യഭാഗത്ത് സ്വർണ്ണ വെളിച്ചം പ്രസരിപ്പിക്കുന്നതും വസിക്കുന്നതുമായ ദേവിയെ ചിത്രീകരിച്ചിരിക്കുന്നു. ദേവിയെ ആരാധിക്കുന്നതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നവരാത്രിയുടെ ഉത്സവത്തിന്റെ 4ാം ദിവസം ദേവിയെ നമ്മൾ ആരാധിക്കുന്നു. ദേവിയെ ആരാധിക്കുന്നത് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതിനും സമ്പത്ത് നൽകുന്നതിനും ശക്തി നൽകുന്നതിനും വിശ്വസിക്കപ്പെടുന്നു. മാത്രമല്ല, മനുഷ്യന്റെ മനസ്സിലുള്ള എല്ലാ മാലിന്യങ്ങളും നീക്കി മനുഷ്യന്റെ മനസ്സിൽ ഒരു പുതിയ വെളിച്ചം നൽകി ജീവിക്കാൻ തന്നെ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയായി ദേവിക്ക് മാറാൻ കഴിയുന്നു. സിദ്ധികളും നിധികളും ശക്തികളും സമ്പത്തും ഒക്കെ നൽകാനുള്ള ശക്തി ദേവിക്കുണ്ട്. കൂഷ്മാണ്ഡ ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിറം ചുവപ്പാണ്. ചുവപ്പ് ഇഷ്ടമായതിനാൽ ഭക്തർ അതേ നിലത്തിൽ തന്നെയുള്ള വഴിപാടുകൾ അർപ്പിക്കാം. ചുവന്ന പൂക്കൾ, ചെമ്പരത്തി പൂവ്, ചുവന്ന റോസ തുടങ്ങിയവ ദേവിക്ക് അർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. മാത്രമല്ല, ചുവന്ന സിന്ദൂരം, ചുവന്ന കുപ്പിവളകൾ, കാൽവിരലിലെ മോതിരം ഒക്കെ വടക്കേ ഇന്ത്യയിൽ അതൊക്കെ നമ്മൾ ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങുണ്ട്. പക്ഷെ നമ്മുടെ ദക്ഷിണ കേരളത്തിലേക്ക് അത്രയും അത് കാണാറില്ല. അങ്ങനെ ദേവിക്ക് ഇങ്ങനെ ഒരുങ്ങുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ആഡംബര വസ്തുക്കളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രീതി നിലവിലുണ്ട്. കൂഷ്മാണ്ഡ ദേവിയെ അഷ്ടഭുജ ദേവി എന്ന് വിളിക്കുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. സിദ്ധികളും ഒക്കെ നമുക്ക് പ്രദാനം ചെയ്യാനുള്ള എല്ലാ ശക്തിയും ദേവിയുടെ കയ്യിലുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കപ്പെടുന്നത്. പുഞ്ചിരിയുടെ ഒരു ചെറിയ ഒരു രൂപമാണ് ദേവി. പുഞ്ചിരിക്കുന്ന മുഖം നമുക്ക് എപ്പോഴും സദാ സന്തോഷം നൽകുന്ന ഒരു രൂപത്തിലും ഭാവത്തിലുമാണ് ദേവി വസിക്കുന്നത്. അതായത് ദേവിയുടെ കയ്യിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം. തൃശൂലം, ചക്രം, വാൾ, കൊളുത്ത്, ഗദ, വില്ല്, അമ്പ്, 2 ഭരണി, അമൃത്. 2 ഭരണിയുണ്ട്. അതിൽ ഒരു ഭരണിയിൽ അമൃതും ഒന്നിൽ രക്തവുമാണ് പിടിച്ചിരിക്കുന്നത്. 8 മുതൽ 10 കൈകളോടെ ദേവിയെ ചിത്രീകരിച്ചിരിക്കുന്ന പല വിധത്തിലുള്ള പുരാണങ്ങൾ പല വിധത്തിൽ ദേവിയെ ചിത്രീകരിച്ചിരിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ 8 കൈകളും ചിലപ്പോൾ 10 കൈകളാലും ദേവിയെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ദേവിയുടെ ഒരു കൈ എപ്പോഴും അഭയമുദ്രയിലിരിക്കുന്നു. അതിൽ ദേവി എല്ലാ ഭക്തരെയും അനുഗ്രഹിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ അർത്ഥമാക്കുന്നത്. ഹൈന്ദവ ശക്തി വിശ്വാസപ്രകാരം ജഗദീശ്വരി എന്നറിയപ്പെടുന്ന ആദിപരാശക്തിയുടെ വിവിധ രൂപങ്ങളാണല്ലോ നമ്മൾ നവരാത്രിയിൽ ആരാധിക്കുന്നത്. ഇതിൽ നമ്മുടെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ഒരു രൂപത്തെയാണ് ദേവി കൂഷ്മാണ്ഡയിലൂടെ നമ്മൾ 4ാം ദിവസം ആരാധിക്കുന്നത്. നവരാത്രിയുടെ 4ാം ദിവസമാണ് ദേവി ദുർഗാദേവിയെ കൂഷ്മാണ്ഡ രൂപത്തിൽ ആരാധിക്കുന്നത്. അതായത് ബ്രഹ്മാണ്ടം ഇരുട്ടിൽ മുങ്ങിക്കിടക്കുമ്പോൾ ദേവി കൂഷ്മാണ്ഡ ചിരിച്ചുവെന്നും അതിലൂടെ സൂര്യനും ജ്യോതിസ്വരൂപങ്ങളുമായ ലോകവും ഉദിച്ചുവെന്നും അതുകൊണ്ടാണ് ദേവിയെ സൃഷ്ടിയുടെ അമ്മ എന്ന് പ്രപഞ്ചത്തിന്റെ ആദി പരാശക്തി എന്നും അറിയപ്പെടുന്നതെന്നും ഒരു കഥയുണ്ട്. ദേവിയുടെ വാഹനം സിംഹമാണല്ലോ, അതായത് ധൈര്യത്തിന്റെയും ശക്തിയുടെയും പ്രതീകം. കൈകളിലെ ആയുധങ്ങളും വസ്തുക്കളും നമ്മൾ ദേവിയുടെ ശക്തി ദേവിയുടെ ശക്തിയുടെ ആ പ്രാധാന്യം നമ്മൾ വിളിച്ചോതുന്നു. ഇനി നമുക്ക് ദേവിയെ ആരാധിക്കുന്നത് കൊണ്ട് എന്തൊക്കെ ഫലങ്ങളാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് നോക്കാം. നവരാത്രിയുടെ 4ാം ദിവസം കൂഷ്മാണ്ഡ ദേവിയെ ആരാധിക്കുന്നതിലൂടെ ആരോഗ്യം, ഐശ്വര്യം, സമ്പത്ത്, ആത്മശക്തി, സന്തോഷം എന്നിവ നമുക്ക് പ്രദാനം ചെയ്യുന്നു ദേവി എന്നാണ് നമ്മൾ വിശ്വസിക്കപ്പെടുന്നതും പുരാണങ്ങൾ പറയപ്പെടുന്നതും.
പൂജാവധി അനുസരിച്ച് ദേവിയെ ആരാധിക്കുന്നതിലൂടെ എല്ലാവിധ രോഗപീഠകളിൽ നിന്നും നമുക്ക് മുക്തി നേടാനാവും. 4-ാം ദിവസം രാത്രി ദേവി കൂഷ്മാണ്ഡയെ നമ്മൾ ആരാധിക്കുന്നത്. സൂര്യന്റെ ലോകത്ത് വസിക്കുന്നവളാണ് ദേവി കൂഷ്മാണ്ഡ ദേവി. ആരോഗ്യ, സമ്പത്ത്, ശക്തി എന്നിവ നൽകുന്നവളാണ് കൂഷ്മാണ്ഡ ദേവി. പ്രപഞ്ച സൃഷ്ടിയുടെ ശക്തിയാണ് കൂഷ്മാണ്ഡ ദേവി. അതുപോലെ തന്നെ സൂര്യലോകത്ത് വസിക്കുന്ന, അതായത് സൂര്യന്റെ ഉൾക്കാമ്പിൽ നിന്ന് നമുക്ക് വെളിച്ചം നൽകുന്ന ദേവിയായിരുന്നാൽ ജാതകത്തിൽ സൂര്യന്റെ അനിഷ്ടസ്ഥിതി മൂലം ദോഷം അനുഭവിക്കുന്നവർക്ക് കൂഷ്മാണ്ഡ ദേവിയെ ആരാധിക്കുന്നത് വളരെയധികം നല്ല ഗുണങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. അതായത് സൂര്യൻ അനിഷ്ടസ്ഥാനത്ത്, ദേവി അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർക്കും സൂര്യദശ വളരെ മോശമാണ് എന്ന് അറിയാവുന്ന ആൾക്കാർക്ക് ദേവി കൂഷ്മാണ്ഡയെ ഇന്ന് ഭജിക്കാവുന്നതാണ്. ദേവി കൂഷ്മാണ്ഡയെ ഭജിക്കുന്നതിനുള്ള മന്ത്രം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓം ദേവി കൂഷ്മാണ്ഡയെ നമഃ. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ 21 തവണ 108 തവണ അങ്ങനെയാണ് നിങ്ങൾക്ക് സൗകര്യം. അതേപോലെ തന്നെ നിങ്ങൾ കുളിച്ച് ശുദ്ധമായി പൂജാമുറിയിലിരുന്നോ അല്ലെങ്കിൽ ദേവീക്ഷേത്രങ്ങളിൽ പോയോ ഈ മന്ത്രം നമുക്ക് ഇഷ്ടമുള്ള അത്രയും ആവർത്തി ജപിക്കുന്നു. എത്ര ആവർത്തി ജപിക്കുന്നോ അത്രയും നമുക്ക് നല്ലതാണ്. ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഐശ്വര്യം ദേവി പ്രദാനം ചെയ്യുന്നതായിരിക്കും. ദേവി കൂഷ്മാണ്ഡയ്ക്ക് നമ്മൾ ചുവന്ന പൂക്കൾ, താമരപ്പൂക്കൾ, പഴങ്ങൾ, മധുരപലഹാരങ്ങൾ എന്നിവ അർപ്പിച്ച് ബഹുമാനിച്ച് ദേവിയെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് സമൃദ്ധിയും സമ്പത്തും ഊഷ്മളതയും സന്തോഷവും മനസ്സമാധാനവും ഒക്കെ നമുക്ക് കിട്ടാനായിട്ട് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ നവരാത്രി ദിനത്തിന്റെ 4-ാം ദിവസം ദേവി കൂഷ്മാണ്ഡയെ ആരാധിച്ചും ദേവി കൂഷ്മാണ്ഡയുടെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ചൊല്ലിയും നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം ധന്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.